ബാസില് എന്തായാലും കേരളത്തിലെ ഇസ്ലാം മത പ്രബോധകരിലെ അടുത്ത എം അക്ബർ ആകാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ മുൻപ് മുതലേ ഞാൻ പറയുമ്പോൾ പല ആളുകൾക്കും അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അത്തരം ആളുകൾക്ക് ഇന്നത്തോടു കൂടി കാര്യങ്ങളൊക്കെ ബോധ്യമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഖുർആൻ ഉണ്ടല്ലോ പിന്നെ തലച്ചോറ് എന്തിനാണ് എന്ന ചോദ്യമാണ്. അപ്പോ വാസ്തവത്തിൽ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആൻ ഉണ്ട് പിന്നെ തലച്ചോറ് വേണ്ടല്ലോ എന്നുള്ള ആ ഒരു തലക്കെട്ട് വളരെ അന്വർത്ഥമാണ്. അത് പൊളിഞ്ഞും തെളിഞ്ഞും വിശ്വാസികൾ സമ്മതിക്കുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓപ്പൺ ഡയലോഗ് എന്ന് പറയുന്ന ഇവരുടെ പരിപാടി, നാദാപുരത്ത് നടന്ന ഈ പരിപാടി, ആ പരിപാടിയിൽ അവരുടെ പ്രമേയം യുക്തിയുടെ മതം എന്നായിരുന്നു. അതായത് ഇസ്ലാം യുക്തിയുടെ മതമാണ് എന്ന രീതിയിലാണ് അവരത് പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചത്. എന്നിട്ട് മനുഷ്യന്റെ യുക്തിയെയും അതേപോലെ തന്നെ മനുഷ്യന്റെ സാമാന്യ ബോധത്തെയും കുറിച്ച് മനുഷ്യർക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി യുക്തി പ്രയോഗിക്കേണ്ടതില്ല അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ കോമൺ സെൻസ് നമ്മളെ വഴിതെറ്റിക്കും എന്ന രീതിയിലാണ് ആ ക്യാമ്പയിൻ മുന്നോട്ട് പോയത്. അതേ സമയത്ത് ആ തലക്കെട്ടും ആ പരിപാടിയും തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പരസ്പര വിരുദ്ധമായ പല പ്രഭാഷണങ്ങൾ, ഒരു പ്രഭാഷകന്റെ തന്നെ പ്രസംഗത്തിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ എന്നിത്യാദി ഈ പറയുന്ന എന്താണ് വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ മേളം ആയിരുന്നു വാസ്തവത്തിൽ നാദാപുരത്ത് നടന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ നടന്ന ഓപ്പൺ ഡയലോഗ് എന്ന് പറയുന്ന പരിപാടി. എന്തായാലും ഇസ്ലാം മത വിമർശന രംഗത്ത് കേരളത്തിൽ പുതിയ വഴി വെട്ടിത്തരികയാണ് വാസ്തവത്തിൽ വിസ്ഡം ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിസ്ഡം ഗ്രൂപ്പ് ഇസ്ലാമിനെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയിലുണ്ടാക്കാന്ന് എന്ന പരിപാടിയാണ് ഇപ്പോൾ വിസ്ഡം ഓർഗനൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നടന്ന പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്ക് ഒട്ടും ചെറുതായിട്ട് കാണാൻ നമ്മൾ എന്താ പറയുക തയ്യാറല്ല. എം അക്ബർ ഇസ്ലാം മത വിമർശന മേഖലയിൽ അദ്ദേഹത്തിന്റെ സംഭാവന ചെറുതല്ല. മതവിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോകാൻ ആളുകളുടെ ചിന്തയെ പ്രചോദിപ്പിക്കാൻ എം അക്ബറിന് സാധിച്ച അത്രയും വേറെ ആർക്കും സാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ആ റെക്കോർഡ് എം അക്ബർ മുർത്തദ്ദാക്കിയ ആളുകളുടെ ഒരു 10 മടങ്ങ് ആളുകളെ, 10 മടങ്ങെങ്കിലും ആളുകളെ മുർത്തദ്ദാക്കിയിട്ടേ അടങ്ങുള്ളൂ എന്ന ശപഥം എടുത്തുകൊണ്ടാണ് നമ്മുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ അതിന്റെ ലീഡ് റോള് വഹിക്കുന്നത് അബ്ദുള്ള ബാസിൽ CP ആണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ മതത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ സഹായിച്ചിട്ടുള്ള ആളുകൾ ആരായിരുന്നു എന്ന് നിങ്ങളൊരു പേരുകൾ വെച്ചിട്ട് ഒരു സർവേ നടത്തിയാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ജബ്ബാർ മാഷിന്റെ പേരിന്റെ മുകളിലായിരിക്കും എം അക്ബറിന്റെ പേര് വരിക. അതേപോലെ തന്നെ പിന്നെ ഞാനും അബ്ദുള്ള ബാസിനും തമ്മിൽ കമ്പയർ ചെയ്താൽ എന്നേക്കാൾ കൂടുതൽ ആളുകളെ മതത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ അബ്ദുള്ള ബാസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കഴിയും. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല, ഹൃദയമുണ്ടല്ലോ ഖുർആൻ ഉണ്ടല്ലോ പിന്നെന്തിനാണ് തലച്ചോറ് എന്നാണ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമ്മൾ ആ വിഷയത്തിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മുടെ ബുദ്ധി, ചിന്ത എല്ലാം കേന്ദ്രമായ തലച്ചോറിനെ കുറിച്ച് ഹദീസിലോ ഖുർആനിലോ ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ അറിയില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസിലോ ഖുർആനിലോ ഉണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർ വ്യത്യസ്തരാകുന്നത് നമ്മുടെ തലച്ചോറാണല്ലോ ബാക്കിയുള്ള ജീവികളിൽ നിന്ന്. ഇപ്പോൾ ഇതുവരെ പ്രസംഗിച്ചാലും ബുദ്ധി, ചിന്ത അതെല്ലാം അതിൻ്റെ മെയിൻ കേന്ദ്രം തലച്ചോറാണ്. അതിനെക്കുറിച്ച് ഹദീസിലോ ഖുർആനിലോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉദ്ധരിക്കും. പേരെന്തായിരുന്നു? പേര് സാലിഹ്. ഒരു വിശ്വാസിയുടെ സ്വാഭാവികമായിട്ടുള്ള സംശയം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ കേൾക്കാം. ഇസ്ലാം മത വിമർശകർ നിരന്തരമായിട്ട് ഇങ്ങനെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഇതിന്റെ വസ്തുത അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ ഇതിലെ സംശയ നിവാരണം വരുത്താനുള്ള ഒരു വിശ്വാസിയുടെ ശ്രമമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കാണാം. വിമർശകരുടെ ചോദ്യം വിമർശകർക്ക് പകരമായിട്ട് അവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു വിശ്വാസി വിമർശകന്റെ റോളിൽ നിന്ന് ഉന്നയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം എടുക്കാം. പക്ഷെ ഈ ചോദ്യം നിങ്ങൾ കേൾക്കുന്ന സാധാരണ ഫീലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ചോദ്യത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ പരിപാടിയിൽ, അതായത് യുക്തിയുടെ മതം എന്ന് പേരിട്ടുകൊണ്ട് ഇവർ നടത്തിയിട്ടുള്ള പരിപാടിയിൽ ഇവരുടെ വളരെ പ്രധാനപ്പെട്ട പ്രഭാഷകരിൽ ഒരാളായിട്ടുള്ള എന്താണ് അഷ്റഫ് മദനി പേര്, ഇനിയിപ്പം ചിലപ്പോൾ മാറുന്നുണ്ടാവും പേര്, അദ്ദേഹത്തിന്റെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ നോക്കാം. ഇവരുടെ കൂട്ടത്തിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം, അതിന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ചോദ്യം നമുക്ക് ഒന്നുകൂടി കേൾക്കാം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആ പരിപാടിയിൽ ഈ ചോദ്യത്തിന്റെ റെലവൻസ് എന്തായിരുന്നു എന്ന് കുറച്ചുകൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചോദ്യം അവിടെ വേദിയിൽ ചോദിച്ച സുഹൃത്തോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ ഈ ചോദ്യത്തിന്റെ ഉത്തരം വീക്ഷിച്ച വിശ്വാസികളോ ആ ഉത്തരത്തിൽ വിജൃംഭിച്ചു പോയ വിസ്ഡം അനുകൂലികളോ ഒക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, ഇവിടെ കമന്റ് ബോക്സിലൊക്കെ വളരെ വികാരാതീതമായിട്ട് സംവാദത്തിന് വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരൊക്കെ ഒന്ന് കാതും എന്താ പറയാ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയവും കൊടുത്ത് ഇതിലേക്കൊന്ന് ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഹൃദയം കൊണ്ട് ഇതിലേക്ക് ശ്രദ്ധിക്കണം, ഉറ്റാലോചിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ ചോദ്യത്തിന് ആധാരമായ ഈ ചോദ്യത്തിന്റെ റെലവൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ട് പോവാം. ബുദ്ധി, യുക്തി, പഠനം, ചിന്ത എന്നൊക്കെ പറയുമ്പോൾ അത് മതത്തിന് അവകാശപ്പെട്ടതല്ല, നിരീശ്വര നിർമ്മതവാദികളുടെ കുത്തകയാണ് എന്ന രീതിയിലാണ് പലരും സംസാരിക്കാറുള്ളത്. വാസ്തവത്തിൽ അവർക്കാർക്കും
ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പദത്തോട് നീതി പുലർത്തുവാൻ സാധിക്കുന്നില്ല എന്നത് വിഷയങ്ങളെ വസ്തുനിഷ്ഠമായി സമീപിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതായത് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉടനീളം ഇസ്ലാം യുക്തിയുടെ മതമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ബുദ്ധി, യുക്തി, ചിന്ത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഖുർആൻ എത്രമേൽ പരിപോഷിപ്പിച്ചിട്ടുണ്ട്, പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നും വാസ്തവത്തിൽ മതത്തിന്റെ ആളുകൾക്ക് യുക്തിയില്ല, ബുദ്ധിയില്ല എന്നൊക്കെ പലരും ആക്ഷേപിക്കുകയാണെന്നും ഇസ്ലാം മതത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ മതവിമർശകരോ മതവിരുദ്ധരോ മതരഹിതരോ ആയിട്ടുള്ള ആളുകൾക്കാണ് വാസ്തവത്തിൽ ബുദ്ധി എന്നും ചിന്ത എന്നൊക്കെ പദം പോലും പറയാൻ അവകാശമില്ലാത്തത് എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഇദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട ചില ക്ലിപ്പുകളാണ് നിങ്ങൾ കേൾപ്പിക്കുന്നത്. ഒന്നുകൂടി അടുത്ത ഭാഗം. ഇസ്ലാം പഠനത്തെയും ചിന്തയെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് ഉറക്കെ പറയുവാൻ സാധിക്കും. മനുഷ്യ ധിഷണയോടാണ് പരിശുദ്ധ ഖുർആനിന്റെ സംസാരം. ഖുർആനിൽ എത്രയോ തവണ ആവർത്തിച്ചു പറയുന്നുണ്ട്, അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തതദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ലേ? എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ ആവർത്തിച്ചു വരുമ്പോൾ ഏത് രീതിയിൽ എങ്ങനെയെല്ലാം എന്തിനെയെല്ലാം സംബന്ധിച്ച് ചിന്തിക്കണം, പഠിക്കണം എന്നുള്ള കൃത്യമായ ഒരു മാർഗനിർദ്ദേശം മതമില്ലാത്ത, ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് നാം തിരിച്ചറിയേണ്ട സംഗതിയാണ്. അതായത് ഇസ്ലാം മാത്രമാണ് ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ്. മതവിരുദ്ധർ അല്ലെങ്കിൽ മതവിമർശകർ, മതരഹിതർക്ക് എന്തിനെ കുറിച്ച് ആലോചിക്കണം എന്ന് പോലും ആലോചിക്കാനോ ചിന്തിക്കാനോ ഉള്ള ബുദ്ധിയില്ല, ശേഷിയില്ല. അതുകൊണ്ട് ഇസ്ലാമാണ് ചിന്തയുടെ എല്ലാ കുത്തകയും അവകാശപ്പെടാൻ, ചിന്ത, ബുദ്ധി, ആലോചന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ചൊന്നും പറയാനുള്ള അർഹതയില്ല. ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം പറയാൻ ശ്രമിച്ച കാര്യമാണ്. അതിന്റെ അടുത്തൊരു ക്ലിപ്പ് നിങ്ങൾ വീണ്ടും കേൾക്കാം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ഉണർത്തിയ മറ്റൊരു കാര്യം, ബുദ്ധിയും ചിന്തയും ദൈവികമായ ദാനമാണ്. അത് ഉപയോഗപ്പെടുത്താത്തവരെ പരിശുദ്ധ ഖുർആൻ അതിനിശ്ചിതമായി വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. പരലോകത്ത് ആ ശേഷികൾ വിനിയോഗിക്കപ്പെടാത്ത ആളുകൾ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കാര്യം ഖുർആൻ മനുഷ്യരാശിയെ ഉത്ബോധിപ്പിക്കുകയും അവരുടെ ചിന്തയും ബുദ്ധിയും ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഖുർആനിന്റെ അനുയായിക്ക് പഠിക്കാതെ, ചിന്തിക്കാതെ, മനനം നടത്താതെ അന്ധമായി ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പിന്നാലെ പോകുവാൻ സാധിക്കുകയില്ല എന്നത് നാം തിരിച്ചറിയണം. ബുദ്ധി ഉപയോഗിക്കാത്ത, കാര്യങ്ങൾ പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അവർ നാൽക്കാലികളെ പോലെയാണ്, അല്ല നാൽക്കാലി മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരാണ് എന്നാണ്. ഇത്രമാത്രം വ്യക്തവും ശക്തവുമായ രീതിയിൽ ബുദ്ധിയെ ഉത്തേജിപ്പിച്ച, ചിന്തിക്കുവാനും പഠിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ഏത് പ്രത്യയ ശാസ്ത്രമാണ് സഹോദരങ്ങളെ നമുക്ക് മുമ്പിൽ കാണുവാൻ സാധിക്കുക? ഇസ്ലാം അല്ലാത്ത വേറെ ഏത് മതമാണ് കൂട്ടരെ ചിന്തയെ ഇത്ര ഉദ്ദീപിപ്പിച്ചിട്ടുള്ളത്, ബുദ്ധിയെ ഇത്ര ഉത്തേജിപ്പിച്ചിട്ടുള്ളത്, ചിന്തയെ ഇത്ര പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആലോചനയെ, ചിന്തയെ, മനനത്തെ, ഇതിനൊക്കെ ഇത്രയുമേൽ പ്രോത്സാഹിപ്പിച്ച മറ്റേത് മതമാണുള്ളത് എന്നതാണ് ഉസ്താദിന്റെ ചോദ്യം. കഴിഞ്ഞിട്ടില്ല, ഉസ്താദിന്റെ കനപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും വരാനുണ്ട്. ഒരു ഇസ്ലാമിക ഭരണകൂടം പൗരന്റെ അനിവാര്യമായും സംരക്ഷിക്കപ്പെടേണ്ട 5 കാര്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതിൽ മതം, അതേപോലെ തന്നെ ജീവൻ, ബുദ്ധി, സന്താനം, സമ്പത്ത് എന്നിവയുടെ കൂട്ടത്തിൽ ബുദ്ധി എന്നത് പ്രത്യേകം നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടോളി. ബുദ്ധി എന്നത് പ്രത്യേകം ചുവപ്പ് മഷിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഉസ്താദിന്റെ പുറകിൽ അദ്ദേഹം വലിയ സ്ലൈഡൊക്കെ കാണിച്ചിട്ട് ബുദ്ധി എന്ന ഈ ബുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം അവിടെ ഘോരം പ്രസംഗിക്കുകയായിരുന്നു. ഒന്നുകൂടി ബാക്കി പ്രത്യേകം നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ദൈവവിശ്വാസം അഥവാ തൗഹീദാണെങ്കിൽ, മറ്റൊന്ന് പ്രവാചകന്മാരിലുള്ള വിശ്വാസം റിസാലത്താണ്, മൂന്നാമത്തേത് ആഖിറത്താണ്. ഈ 3 വിഷയം മതത്തിന്റെ ആണിക്കല്ലാണെങ്കിൽ അത് എത്രമാത്രം യുക്തിഭദ്രമായിട്ടാണ് വിശുദ്ധ ഖുർആൻ അഥവാ ഇസ്ലാം സമൂഹത്തോട് സംസാരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഇതിങ്ങനെ പറന്നു പോവാണ്. ബുദ്ധി, ചിന്ത, മനനം, ആലോചന, യുക്തി എന്നിത്യാദി കാര്യങ്ങളെ ഇത്രമേൽ പ്രോത്സാഹിപ്പിച്ച മറ്റ് മതമില്ല, മറ്റ് പ്രത്യയശാസ്ത്രങ്ങളില്ല. മതത്തിനെ വിമർശിക്കുന്നവർക്കും മതരഹിതർക്കും നിരീശ്വരവാദികൾക്കും നിർമ്മതവാദികൾക്കും ബുദ്ധി എന്ന് പറയുന്ന വാക്കുച്ചരിക്കാൻ പോലും അവകാശമില്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇസ്ലാമിൽ കൊട്ടക്കണക്കിന് ബുദ്ധിയാണ് എന്നാണ് ഉസ്താദിന്റെ വാദം. നമ്മൾ ഒന്നുകൂടി കേൾക്കുക. ഇനിയുണ്ട് കേട്ടോളൂ. ദൈവമില്ല എന്ന് പറയുന്ന ആളുകൾ അവരാണ് വലിയ ബുദ്ധി രാക്ഷസന്മാരായി ചമയാറുള്ളത്, ബുദ്ധിജീവികളായി പ്രത്യക്ഷപ്പെടാറുള്ളത്. വാസ്തവത്തിൽ സഹോദരങ്ങളെ, അവർക്ക് ബുദ്ധി എന്നുള്ള ആ പദം പോലും ഉച്ചരിക്കുവാൻ അവകാശമില്ല എന്നത് ഏതൊരു LKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാക്കുവാൻ സാധിക്കും. അതാണ്. അപ്പം നിരീശ്വരവാദികൾക്ക് അല്ലെങ്കിൽ മതമില്ലാത്തവർക്ക്, മതവിശ്വാസികളല്ലാത്തവർക്ക്, അതല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ AP സുന്നികൾക്ക്, EK സുന്നികൾക്ക് ഒന്നും ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധി ഉപയോഗിക്കാൻ അറിയില്ല, അവർ ചിന്തിക്കുന്നില്ല, അവർ ഉറ്റാലോചിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവർക്കൊന്നും ബുദ്ധി, യുക്തി എന്നൊന്നും പറയാനുള്ള അവകാശം പോലും ഇല്ല.
അതുകൊണ്ടാണ് ഇവരുടെ നേതാവ് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, നിങ്ങൾ 10 കൊല്ലത്തിന് ഈ സുന്നികളെ എന്താ പറയാ കാന്തപുരത്തിന്റെ പള്ളി AP പള്ളികളുടെ മെമ്പറുകളൊക്കെ ഞങ്ങൾക്ക് തരും, ഞങ്ങൾ 10 കൊല്ലം കൊണ്ട് ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കി തരാം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ AP ബുദ്ധിയില്ല, AP സുന്നികൾക്കൊന്നും ബുദ്ധിയില്ല. സുന്നികൾ അന്ധവിശ്വാസികളാണ്, അവർ ഉറ്റാലോചിക്കുന്നില്ല, അവർ അള്ളാഹു കൊടുത്ത ചിന്താശേഷി പ്രയോഗിക്കുന്നില്ല എന്നിത്യാദി ആക്ഷേപങ്ങളൊക്കെയാണുള്ളത്. അപ്പൊ ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് ഉസ്താദിന്റെ ഭാഗം ഇത്രയും കേൾപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ചിന്ത, ബുദ്ധി, ആലോചന, മനനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഭാഷണം നടത്തിയ ഉസ്താദാണ് ഈ ഉസ്താദ്. ഈ ഉസ്താദിന്റെ ഈ പ്രഭാഷണത്തിൽ ഈ ബുദ്ധിയെക്കുറിച്ചും ഈ ചിന്തയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞപ്പോഴാണ് സദസ്സിൽ നിന്നുള്ള ഒരു ആള് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ ബുദ്ധി ചിന്ത എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ കുഞ്ഞി കൊച്ചെന്നൊക്കെ കുറെ ആയിട്ട് പറയുന്നുണ്ടല്ലോ, എന്താ കൊച്ചിന്റെ പേര് എന്ന് ചോദിച്ച ഒരു സിനിമ ഡയലോഗാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മ. അപ്പൊ ഇത്ര ബുദ്ധി, ചിന്ത, അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിയുടെ കേന്ദ്രമായ മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നതിലെ പ്രധാനമായ മസ്തിഷ്കത്തെക്കുറിച്ച്, ബ്രെയിനിനെ കുറിച്ച്, ചിന്തയുടെ കേന്ദ്രമായ, ബുദ്ധിയുടെ കേന്ദ്രമായ തലച്ചോറിനെ കുറിച്ച് ഖുർആനിൽ വല്ല പരാമർശവുമുണ്ടോ? ഹദീസിൽ വല്ല പരാമർശവുമുണ്ടോ? ഇതാണ് ചോദ്യം. ആ ചോദ്യം ഇനി നിങ്ങൾ ഒന്നുകൂടി കേൾക്കുമ്പോഴാണ് ആ ചോദ്യത്തിന്റെ ഘനം നിങ്ങൾക്ക് മനസ്സിലാവുക, അതിന്റെ മാസ് നിങ്ങൾക്ക് മനസ്സിലാവുക. ആ ചോദ്യത്തിന്റെ മാസ് കൃത്യമായിട്ട് മനസ്സിലായ ആളുകൾ ഒന്ന് കമന്റ് ബോക്സിൽ ആ കാര്യം ഒന്ന് പങ്കുവെക്കണം. ചോദ്യം കൃത്യം അതേത് അളവിൽ അവിടെ ഉപയോഗിച്ചതാണ് എന്ന് മനസ്സിലായവർ മാത്രം കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ബുദ്ധി, ചിന്ത എല്ലാം കേന്ദ്രമായ തലച്ചോറിനെ കുറിച്ച് ഹദീസിലോ ഖുർആനിലോ ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ അറിയല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹദീസിലോ ഖുർആനിലോ ഉണ്ടെങ്കിൽ, നമ്മൾ മനുഷ്യർ വ്യത്യസ്തരാകുന്നത് നമ്മളെ തലച്ചോറാണല്ലോ ബാക്കിയുള്ള ജീവികളിൽ നിന്ന്. ഇപ്പോൾ ഇതുവരെ പ്രസംഗിച്ചെല്ലാം ബുദ്ധി, ചിന്ത അതെല്ലാം അതിൻ്റെ മെയിൻ കേന്ദ്രം തലച്ചോറാണ്. അതിനെക്കുറിച്ച് ഹദീസിലോ ഖുർആനിലോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉദ്ധരിക്കും. പേരെന്തായിരുന്നു? പേര് സാലിഹ്. ഇപ്പോഴാണ് ചോദ്യത്തിന്റെ മാസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. അപ്പൊ ഇത്ര നേരം ചിന്ത, ബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിച്ചങ്ങള് ഇതിനുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യം ചെന്നപ്പോ വേദിയിലുണ്ടായ ഒരു ചെറിയ രംഗമാണ്. അത് പരമാവധി അവർ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, ലൈവിൽ ഉൾപ്പെട്ടതിന് ശേഷം പിന്നീട് അത് സ്ലൈഡൊക്കെ മാറ്റി മറച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ ഭാഗം നിങ്ങളൊന്ന് കാണുക. ഞാനത് കുറച്ച് 1-2 ആവർത്തി അത് ആവർത്തനം ഇട്ടത് മീൻസ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ കാണുക. ഈ ചോദ്യം സദസ്സിലേക്ക് ചെല്ലുമ്പോൾ യുക്തിയെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും ചിന്തയെക്കുറിച്ചും പ്രസംഗിച്ച 3-4 പ്രഭാഷകർ ഇരിക്കുന്ന വേദിയിലേക്ക് ഈ ചോദ്യം ചെന്നപ്പോൾ, വേദിയിലേക്ക് ചെന്നപ്പോ ഇനി നിങ്ങൾ നോക്കിക്കോട്ടോ, ആ പിന്നെ സ്റ്റേജിൽ എന്താ നടക്കുന്നത്, ഇവർ തമ്മിൽ എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മൾ ഇതിനെ സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ടേ പോകുള്ളൂ. ബാസിലിന്റെ തരികിടകൾ നമ്മൾ ഇവിടെ പൊളിച്ചടുക്കും. അബ്ദുള്ള ബാസില് നുണ സീരീസ് എന്ന് പറഞ്ഞിട്ട് ലിയാക്കത്തിന്റെ ഒറ്റയ്ക്ക് പടം വെച്ചിട്ട് ലിയാക്കത്ത് പറഞ്ഞ ഒരു നുണ ഇതുപോലെ പ്രൂവ് ചെയ്യാൻ ഞാൻ ബാസിലിനെ എത്ര കാലമായി വെല്ലുവിളിക്കുന്നു. ഒരു ഉറുമ്പും കൂടിന്റെ ഹദീസിലെ നാക്കുപഴയല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ബാസിലെ അന്യം കൊണ്ട് കൂടിയോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ പോട്ടെ. അപ്പോ ഇനി നിങ്ങൾ കേട്ടോ എന്താണ് ഇനി ഈ ചോദ്യം അങ്ങോട്ട് ചെന്നപ്പോ വേദിയിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ കണ്ടോളി. മനസ്സിലായോ? അതായത് ഓല് തമ്മിൽ ആലോചിക്കാണ്, അവിടെ അവതാരകൻ ആലോചിക്കാണ് ഇതിപ്പോ ആരെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. ബുദ്ധിനെ കുറിച്ചും യുക്തിനെ-കുറിച്ചും ചിന്തയെക്കുറിച്ചും ഘോരൻ പ്രസംഗിച്ച 3-4 പ്രഭാഷകര് അവിടെ ഇവിടെ ഇരുന്നിട്ട് പറയാണ്, നിങ്ങൾ പറഞ്ഞോളി ഏത് നിങ്ങൾക്ക് ഈ സീനിലേക്ക് ആപ്റ്റ് ആവുന്ന ഒരു സിനിമാ രംഗം ഞാൻ നിങ്ങളെ കാണിക്കാം. വേദിയിലേക്ക് ചെന്നപ്പോൾ എവിടെ നടന്നത് എന്താണ് എന്ന് സമാനമായിട്ടുള്ള ഒരു സിനിമാ രംഗത്തിലെ ചില ക്ലിപ്പുകൾ ചേർത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു രസകരമായിട്ട് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളൊന്ന് കണ്ടുനോക്കൂ. എന്താ കേറണോ? പിന്നെ കേറാതെ ഇവിടെ നന്നാക്കേണ്ടി വന്നാൽ നന്നാക്കന്നെ. നീ നന്നാക്കൂ. ഇതൊക്കെ നിന്റെ ഐഡിയ അല്ലേ, നീ ഒന്ന് നന്നാക്കി നോക്ക്. തയ്ക്കാനെ പറ്റാണെങ്കിൽ പ്രശ്നമില്ല. ഇതങ്ങ് നന്നാക്കി കൊടുക്കി. സാധനെ നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ സഹായിക്കാൻ മൊയ്തീനെ, നിങ്ങൾ നന്നാക്കി കൊടുക്കി. നിങ്ങൾ നന്നാക്കിക്കൊള്ളി. നമ്മൾ കോൺസ്റ്റബിൾ നിങ്ങളല്ലേ ആഫീസർ, ഇതങ്ങ് നന്നാക്കി കൊടുക്കി. അതിപ്പോ നോക്കണ്ട, നിങ്ങൾ നന്നാക്കണോ? ആരെങ്കിലും ഒന്ന് നന്നാക്കി മാഷന്മാരെ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് വരി. എനിക്ക് ഈ രംഗം കണ്ടപ്പോൾ ഇതാണ് ഓർമ്മ വന്നത്. അതായത് ഈ ഒരു ലളിതമായ ചോദ്യം, വളരെ ലളിതമായ ഏതൊരു സത്യവിശ്വാസിക്കും പലപ്പോഴായിട്ട് മനസ്സിൽ തോന്നിയിട്ടുള്ള നിരവധി വിശ്വാസികൾ ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന വളരെ ചെറിയ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടപ്പോ ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത 100-150 തവണ
ചിന്തയുടെ കേന്ദ്രത്തെക്കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ട്. 100-ലധികം തവണ ചിന്തയെക്കുറിച്ചും അല്ലെങ്കിൽ ഹൃദയത്തെക്കുറിച്ചും സദറിനെ കുറിച്ചും ഒക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. കൽബും സദറും ഒക്കെ ആവർത്തിച്ച് ഖുർആനിൽ നിരവധി തവണ 100-ലധികം തവണ പറഞ്ഞിട്ടുണ്ട്. അവൻ ലളിതമായിട്ട് ഖുർആൻ കൊണ്ട് മറുപടി പറയാവുന്ന ഒരു ചോദ്യം ചോദിക്കപ്പെട്ടപ്പോ അവിടെ ഇവർ നിങ്ങൾ നന്നായിക്കോളി മൊയ്തീനെ, നിങ്ങൾ നന്നായിക്കോളി എന്നാണ്, നിങ്ങളല്ലേ ആഫീസർ, നിങ്ങൾ നന്നായിക്കോളി എന്ന് മറ്റാൾ. അപ്പൊ എന്തായാലും ചിന്തയെക്കുറിച്ചും ബുദ്ധിയെക്കുറിച്ചും നിങ്ങൾ ഇത്ര നേരം പ്രസംഗിച്ചത് കേട്ട ആ ഉസ്താദ് ഉണ്ടല്ലോ, ആ പ്രധാനപ്പെട്ട ഉസ്താദ്, ഈ വിഷയം അവതരിപ്പിച്ച ഉസ്താദ്, ആ ഉസ്താദ് എഴുന്നേറ്റ് വന്നിട്ട് ഈ ചോദ്യത്തിന് കൊടുത്ത മറുപടി നിങ്ങൾ കേൾക്കുക. അതിനുശേഷം ഞാൻ ഒരു കാര്യം പറയാം. വിശുദ്ധ ഖുർആൻ ബുദ്ധിയെ സംബന്ധിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങൾ എൻ്റെ സംസാരത്തിൽ ഞാൻ കോട്ട് ചെയ്തിരുന്നു. അഫലാ തഖിലൂൻ, അഫലാ തതക്കറൂൻ എന്നൊക്കെ ഖുർആൻ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ചിന്തയെ സംബന്ധിച്ച് ഖുർആൻ പറയുമ്പോൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുക എന്നുള്ള ശ്രദ്ധേയമായ പരാമർശം ഖുർആൻ നടത്തിയിട്ടുണ്ട് എന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുവാനും ചിന്തിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു എന്നത് ഖുർആനിൻ്റെ അല്ലെങ്കിൽ ഹദീസിൻ്റെ വചനങ്ങളിലൂടെ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യപ്പെടുന്ന വളരെ വ്യക്തമായ സംഗതിയാണ്. ചോദ്യകർത്താവ് എന്താണ് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായി. എങ്ങനെയുണ്ട്? ഇത്രയൊക്കെ ചിന്തനെ കുറിച്ചും ബുദ്ധിനെ കുറിച്ചൊക്കെ ഞാൻ കുറെ പറഞ്ഞു എന്റെ പ്രസംഗത്തില്. പക്ഷെ ചോദ്യകർത്താവ് ചോദിച്ചത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാണ്. എന്തൊക്കെ പ്രസംഗമായിരുന്നു ബുദ്ധിയെക്കുറിച്ച്, ചിന്തയെക്കുറിച്ച്. ഇദ്ദേഹത്തിന് ഖുർആനിലുള്ള ഈ ബുദ്ധിയെക്കുറിച്ചും ചിന്തയെക്കുറിച്ചൊക്കെ പറഞ്ഞ ഖുർആൻ വചനങ്ങൾ നിരനിരയായി അദ്ദേഹത്തിന്റെ നാക്കിലൂടെ പുറത്തോട്ട് വന്നപ്പോ ആ ചിന്തയുടെ കേന്ദ്രം, ആ ചിന്തയുടെ ഉറവിടം, ആ ചിന്തയുടെയും ബുദ്ധിയുടെയും തലസ്ഥാനം എന്ന രീതിയിൽ ഖുർആൻ പരിചയപ്പെടുത്തിയ ഖുർആൻ വചനങ്ങൾ അദ്ദേഹത്തിന് ഓർമ്മയില്ലാണ്ട് പോയോ? ഹൃദയത്തെക്കുറിച്ച്, കൽബിനെ കുറിച്ച്, സദറിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ ഉസ്താദിന് ഓർമ്മയില്ല എന്നാണോ? അതോ ഈ ചോദിച്ച ചോദ്യം ഏതെങ്കിലും കടിച്ചാ പൊട്ടാത്ത എന്തെങ്കിലും യമണ്ടൻ ചോദ്യമാണോ? അല്ലല്ലോ. നിങ്ങൾ കുറെ നേരമായിട്ട് കുഞ്ഞു കൊച്ചെന്നൊക്കെ പറയണ്ടല്ലോ, എങ്കിൽ കുഞ്ഞിന്റെ പേരെന്താണ് എന്ന് ചോദിച്ചില്ലേ? അത്ര ലളിതമല്ലേ ചോദ്യം? നിങ്ങൾ ബുദ്ധി എന്ന് പറയുന്നു, ചിന്ത എന്ന് പറയുന്നു, ചിന്തിക്കുന്നില്ലേ എന്ന് പറയുന്നു. ശരി, അങ്ങനെയെങ്കിൽ ചിന്തയുടെ കേന്ദ്രമായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ബുദ്ധിയുടെ ഉറവിട, ബുദ്ധിയുടെ കേന്ദ്രമായിട്ട് പറയപ്പെടുന്ന നമ്മുടെ ചിന്തയുടെയും സെൽഫിന്റെയും ആലോചനയുടെയും ഒക്കെ കേന്ദ്രമായിട്ടുള്ള തലച്ചോറിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ തീർക്കാവുന്ന ഒരു മറുപടി, ഉസ്താദ് ഞാൻ കുറെയൊക്കെ എന്റെ വയലിൽ കുറെ പറഞ്ഞല്ലേ, നിങ്ങളിപ്പോ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. അപ്പോൾ ഈ വ്യക്തി ചോദ്യം ആവർത്തിക്കുന്നു നിങ്ങൾ കേട്ടോളൂ. തലച്ചോറിനെ കുറിച്ച്, ബ്രെയിനാൽ നമ്മുടെ ചിന്തയുടെ കേന്ദ്രം, ബ്രെയിനിനെ കുറിച്ച് എന്തെങ്കിലും? അപ്പൊ ചോദ്യം ആവർത്തിച്ചു. ഇനി ശ്രദ്ധിക്കുക, ഈ ചോദ്യവും ഇതിന്റെ ഉത്തരവും ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്ത സമയത്ത് ഇവരുടെ മുന്തിയ ഉസ്താദ്, വലിയ ഉസ്താദ് പറഞ്ഞ ഈ കാര്യം, ഈ ഭാഗം, ചോദ്യം മനസ്സിലാവാത്ത ഉസ്താദിന്റെ ഭാഗം അവർ നൈസായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചോദ്യഭാഗം മാത്രം വെക്കുകയും അതിനുശേഷം ഈ വലിയ ഉസ്താദ് ഒന്നും മറുപടി പറഞ്ഞാൽ ശരിയാവില്ല, ആ ഉസ്താദിന് ഉരുണ്ട് ശീലം, ഞങ്ങൾ മാറിക്ക് ഞാൻ ഉരുണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ബാസില് രംഗപ്രവേശം ചെയ്യുന്നതോടുകൂടിയാണ് ഈ കഥയിലെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ബാസിലിന്റെ തരികിടകൾ എന്ന ഇന്നത്തെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുന്നത്. അപ്പം ഇവർ എന്തൊക്കെ തരികിടകളാണ് കാണിക്കുന്നത്? ലൈവിൽ നമ്മൾ പണ്ടേ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ലൈവ് എഡിറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടില്ല. ലൈവ് എഡിറ്റ് ചെയ്ത് കാര്യമില്ല എന്ന് അവർക്കറിയാം, കാരണം ലൈവ് പലരും കോപ്പി ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ ചോദ്യോത്തരത്തിൽ ആ ഭാഗം അടർത്തി കളയേണ്ട എന്ത് കാര്യമുള്ളത്? ഉസ്താദിന്റെ പ്രസംഗത്തിൽ ചിന്തയെക്കുറിച്ച്, ബുദ്ധിയൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യകർത്താവ് എന്താണ് കറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല, ആയിക്കോട്ടെ, എന്നെന്താ കുഴപ്പം? ചോദ്യകർത്താവ് ചോദ്യം ആവർത്തിക്കുന്നു. ആ ഭാഗം എന്തിനാണ് കട്ട് ചെയ്ത് ഒഴിവാക്കിയത്? മാലോകരെ കബളിപ്പിക്കാൻ, പറ്റിക്കാൻ, ബാസിലിന്റെ തരികിടക്ക് വേദിയൊരുക്കാനല്ലേ? അല്ലേ? അപ്പം ഇനി ബാസിലിന് വേറെ ഗത്യന്തരം ഇല്ല, കാരണം ബാസിലാണ് ഇതിന്റെയൊക്കെ എന്താ പറയാ, ഇത് ലീഡ് റോൾ എടുക്കുന്നത്. നമ്മുടെ KNM അല്ലെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്തിൽ MM അക്ബർ പോലെ വിസ്ഡം ഗ്രൂപ്പിൽ പാകുള്ളത് ആരാ? ഒരു ബാസിലല്ലേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ഇത്തരം ന്യായീകരണങ്ങളുടെ അപകടം മനസ്സിലായി മാറിയിരിക്കുമ്പോ ബാസിൽ ഇതിന്റെ കച്ചവട സാധ്യതകൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബാസിൽ അവിടെ ലീഡ് റോൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. ബാസിൽ ഇനി ഖുർആനിൽ തലച്ചോറ്, ബാസിൽ പറയുന്നത് ഖുർആൻ നമ്മളെ കയ്യിലുണ്ടല്ലോ, പിന്നെന്തിനാ ഇനി തലച്ചോറ് എന്നാണ്. കേട്ടോളി, ഇനി ബാസിലിന്റെ തരികിട ഉരുളലാണ്, അവിടെയൊക്കെ നമ്മൾ കിടക്കുക. അസ്സലാമു അലൈക്കും. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആനിൽ നമ്മൾ എന്തിനാണ് ഖുർആൻ അല്ലെങ്കിൽ ഖുർആനും ഹദീസും ഒക്കെ എന്തിനാണ് അവതരിക്കപ്പെട്ടത്, എന്താണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു പൂർണ്ണത കിട്ടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, അതായത് ഈ ചോദ്യം അങ്ങനെ ഒറ്റയടിക്ക് മറുപടി പറഞ്ഞാൽ അത് ഇത്രയുള്ള ചോദ്യം. തലച്ചോറാണ് ചിന്തയുടെ കേന്ദ്രം എന്ന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ഈ ബുദ്ധി, ചിന്ത എന്നൊക്കെ പറയുമ്പോൾ ഈ തലച്ചോറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ? ഇതാണ് ചോദ്യം. ഉത്തരം എന്താണ്? ഇത്തരം എന്താണെങ്കിലും തുടങ്ങുന്നത് ഒറ്റ വാക്കിലാണ്. എന്താ ഉത്തരം? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ആദ്യം. അത് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഉണ്ടെങ്കിൽ ഏതാണ്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, ഇത് പറഞ്ഞാൽ മതി.
അതിന് ഉത്തരം പറയുന്നതിന് പകരം ബാസിൽ പറയണത് ആദ്യം ഇത് നമുക്ക് മനസ്സിലാണെങ്കിൽ ആദ്യം ഖുർആൻ എന്തിനാണ് ഇറക്കിയത് എന്ന് നമുക്ക് മനസ്സിലാവണം. ഏത് ഖുർആനിൽ ഒരു സാധനം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഖുർആൻ എന്തിനു വേണ്ടി അവതരിപ്പിച്ചു എന്ന് നമുക്ക് ആദ്യം മനസ്സിലാകണം. എന്ന് പറഞ്ഞാൽ ഉത്തരമില്ല, ഉത്തരം പറയാൻ കഴിയില്ല, വസ്തുത പറയാൻ കഴിയില്ല. ചോദ്യകർത്താവിനെയും ആ ചോദ്യം കേട്ട് ഉത്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അവിടെ കൂടിയിട്ടുള്ള മനുഷ്യരെയും അതുപോലെ ഇത് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന നിഷ്കളങ്കരായ വിശ്വാസികളെയും കബളിപ്പിക്കുക, വഞ്ചിക്കുക, സത്യം മനസ്സിലാക്കുന്നതിൽ നിന്ന് തടയുക, അതിനുവേണ്ടി തരികിട കാണിക്കുക, കിടന്നുരുളുക എന്ന കലാപരിപാടിയിലേക്ക് ബാസിൽ കിടക്കണം. ഇനി ബാസിൽ എന്തുകൊണ്ട് ഖുർആനിൽ ഇതില്ല എന്നതിന്റെ ന്യായം കേട്ടോളി. ഹൃദയം അതിന് 4 അറകളുണ്ട് എന്ന് ഖുർആനിൽ ഇല്ലല്ലോ എന്നാണ് ബാസിലിന്റെ ന്യായം. പിന്നെ എന്തിനാണ് ഇപ്പൊ തലച്ചോറിനെ കുറിച്ച് പറയുന്നതെന്ന് കേട്ടോ. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ഇവിടെ തലച്ചോറ് പറഞ്ഞു, അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹൃദയം എന്നുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഖുർആനി ഒരുപാട് തവണ വായിച്ചു നോക്കി, ഹദീസൊക്കെ നോക്കി, ഹൃദയത്തിൽ 4 അറകളാണ് ഉള്ളത് എന്ന് ഏതെങ്കിലും ഒരു ഖുർആനിലോ ഹദീസിലോ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓഹോ, മനസ്സിലായോ? അതായത് നിങ്ങൾ ഡീറ്റെയിൽ ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ ചോദിക്കണതൊക്കെ ഖുർആനിൽ ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ചോദ്യം എവിടെ കിടക്കുന്നു നിങ്ങൾ ഓർത്ത് വെക്കുക. ചോദ്യം എന്താണ്? നിങ്ങൾ ബുദ്ധി, ചിന്ത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആ സിനിമ ഡയലോഗ് ഓർത്താൽ മതി. കുഞ്ഞു കൊച്ചിനൊക്കെ കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്, എന്താണ് കൊച്ചിന്റെ പേര്, ഇതാണ് ചോദ്യം. എന്നതുപോലെ നിങ്ങൾ ബുദ്ധി, ചിന്ത എന്നൊക്കെ പറയുന്നു. ചിന്തയുടെ കേന്ദ്രത്തെക്കുറിച്ച്, ചിന്തയുടെ കേന്ദ്രമായ തലച്ചോറിനെ കുറിച്ച്, മസ്തിഷ്കത്തെ കുറിച്ച്, ബ്രെയിനിനെ കുറിച്ച് നിങ്ങളെ ഖുർആനിൽ നമ്മളെ ഖുർആനിൽ എന്തെങ്കിലും ഉണ്ടോ, ഹദീസിൽ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ഇതാണ് ചോദ്യം. അതിന് പിന്നെ ബാസിൽ ഉസ്താദിന്റെ അടുത്ത് തരികട, അപ്പൊ ഹൃദയത്തിൽ 4 അറകളാണെന്നൊന്നും ഖുർആനിൽ ഇല്ലല്ലോ. അതിന് എന്താണ് ബാസിലെ, എന്താണ് ബാസിലെ ഇത്? അല്ലെങ്കിൽ നമ്മുടെ വയറിനെ കുറിച്ച്, നമ്മുടെ ഇൻഡസ്റ്റൈനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയെ കുറിച്ച്, ഇങ്ങനെ തലച്ചോറ് മാത്രമല്ല ഏത് അവയവങ്ങളെ കുറിച്ചാകട്ടെ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിലെത്ര അറകളുണ്ട്, അതിലേക്ക് വരുന്ന ബ്ലഡ് സപ്ലൈ എന്താണ്, ഇത് ഖുർആനിലേക്ക് നമ്മൾ മുങ്ങിത്തപ്പിയാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്തുകൊണ്ട് 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 എന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്തെ മനുഷ്യന്മാർക്ക് ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ല. അതുകൊണ്ട് മുഹമ്മദ് നബിക്കോ ആ കാലഘട്ടത്തിലുള്ള ചുറ്റുമുള്ള മനുഷ്യർക്കോ ഇതിനെക്കുറിച്ച് ഒരു കുന്തവും അറിയില്ല. അതുകൊണ്ട് അത്രേ ഉള്ളൂ ഉത്തരം. എന്തുകൊണ്ട് 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 അറിയില്ല? വയറുവേദന വന്ന് മരിച്ചാൽ അതിന് ഷഹീദിന്റെ കൂലി അങ്ങനെ എന്താണ്? എന്തുകൊണ്ട്? വയറിനകത്ത് എന്താ നടക്കുന്നത്, എന്താണ് വേദനയുടെ കാരണം എന്ന് കണ്ടുപിടിക്കാനുള്ള അറിവും ടെക്നോളജിയും അന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടില്ല? അറിയൂലാത്തോണ്ടില്ല. ആകാശത്ത് ഇങ്ങനെ പോകുന്ന സൂര്യനെ നോക്കിയിട്ട് അബൂദർ ആ സൂര്യൻ എങ്ങോട്ടാണ് പോണത് എനിക്ക് അറിയോ എന്ന് അങ്ങോട്ട് കയറി ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ മുട്ടിയ മുഹമ്മദ് നബിക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാത്തത് എന്തുകൊണ്ടാണ്? അറിയാത്തത് കൊണ്ട്. പക്ഷെ ബാസിൽ പറഞ്ഞ അങ്ങനെയല്ല, അത് അറിയാത്തതുകൊണ്ടൊന്നല്ല, അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാം. അള്ളാഹ്ക്ക് അറിയെങ്കിൽ നബിക്ക് ജിബ്രീലിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതൊക്കെ മനസ്സിലാവും ചെയ്യും. പക്ഷേ ഖുർആൻ അതിനുള്ളതല്ലല്ലോ എന്നാണ് ബാസിൽ പറഞ്ഞത് കേട്ടോ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആൻ അവതരിക്കാൻ ഒരു ലക്ഷ്യം ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? നിങ്ങളെ മാർഗദർശനം നൽകുക, നിങ്ങൾക്ക് മാർഗദർശനം നൽകുക, ഹുദ അഥവാ മാർഗദർശനത്തിനു വേണ്ടിയാണ് ഖുർആൻ. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനം പഠിച്ചത് കൊണ്ട് ഒരാളും ആത്യന്തികമായി നല്ലവനാകാൻ പോകുന്നില്ല. മനസ്സിലായോ? അതായത് ആടിനെ കുറിച്ച് ചോദിച്ചു, ആടിനെ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറിനെ പിടിച്ച് തെങ്ങിൽ കെട്ടി വെച്ചിട്ടുണ്ട്. എന്താണ്? ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവയവങ്ങളെ കുറിച്ച് പറയാൻ വന്ന ഗ്രന്ഥമല്ല. ഹൃദയത്തിന്റെ 4 അറകളെ കുറിച്ചൊന്നും ഖുർആനിൽ ഇല്ലല്ലോ, ഇൻഡസ്റ്റൈനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ലല്ലോ. അതിന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഖുർആൻ ഇറങ്ങിയത് അവയവങ്ങളെ കുറിച്ച് പറയാനല്ലല്ലോ, പിന്നെയോ നിങ്ങൾക്ക് ഹുദ നൽകാനാണ്. അതായത് നിങ്ങൾക്ക് നേർമാർഗം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അള്ളാഹു അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിൽ അവയവങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഉത്തരം ലളിതമാണ്. ചോദ്യകർത്താവിനോട് പറയാണ് തലച്ചോറിനെ കുറിച്ച്, മസ്തിഷ്കത്തെ കുറിച്ച്, ചിന്തയുടെ കേന്ദ്രം ആയിട്ട് നമ്മൾ എല്ലാവർക്കും ഇന്ന് അറിയാവുന്ന ശാസ്ത്ര ലോകത്തിന് എല്ലാവർക്കും സംശയമില്ലാത്ത കാര്യമായിട്ടുള്ള തലച്ചോറിനെ കുറിച്ച്, മസ്തിഷ്കത്തെ കുറിച്ച്, ബ്രെയിനിനെ കുറിച്ച് ഖുർആനിലോ ഹദീസിലോ ഒരു പരാമർശവും ഇല്ല. അത് മീനിന്റെ ഒക്കെ തലയിൽ നമ്മൾ തലച്ചോറാണെങ്കിലും മീനിന്റെ തലയിലുള്ള ഈ ബ്രെയിനിന്റെ ഭാഗത്തെ നമ്മൾ കാട്ടം എന്നാണല്ലോ പറയാം. എന്നതുപോലെ എന്തോ കാട്ടമാണ് എന്നാണ് ഇവർ വിചാരിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എത്രയോ തലയോട്ടി ചിന്ന ഭിന്നമായതും അവിടെ നിന്ന് പിന്നെ ഈ പറയുന്ന ബ്രെയിൻ അല്ലെങ്കിൽ തലച്ചോറ് പുറത്തു കടന്നതും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇവര്. പക്ഷെ അതെന്തോ കാട്ടമാണ് എന്ന് ഇവർ വിചാരിച്ചു. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കാട്ടത്തിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ എന്നതുകൊണ്ട് പറഞ്ഞിട്ടില്ല. അത്രേ ഉള്ളൂ, ലളിതമാണ്. അപ്പൊ ചോദ്യകർത്താവ് ഇനി മേലിൽ ഉസ്താദുമാരുടെ തലച്ചോറിനെ കുറിച്ച് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിച്ച് നടക്കരുത്. അതൊരു കാട്ടമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടതാണ്, അതൊരു വേസ്റ്റ് ആണ് എന്ന് വിചാരിച്ച് വിട്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഇനി ബാക്കി
ഹൃദയത്തിൽ എത്ര അറകളുണ്ട് എന്ന് പഠിച്ചത് കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവുന്നില്ല. തലച്ചോറിൽ എത്ര ന്യൂറോൺ ഉണ്ട് എന്നോ ആ ന്യൂറോണുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചോ പഠിച്ചത് കൊണ്ട് മനുഷ്യൻ നന്നാവില്ല. ഇവിടെ മനുഷ്യൻ നന്നാവാൻ എന്താ വേണ്ടത്? മനുഷ്യൻ നന്നാവാൻ വേണ്ടത് അവന് ഹുദ നൽകുക എന്നുള്ളതാണ്. നമുക്ക് പ്രാപഞ്ചികമായ പഠനങ്ങളിലൂടെ, ശാസ്ത്ര പഠനങ്ങളിലൂടെ എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണ്? ധാർമ്മികത. എന്താണ് ശരി, എന്താണ് തെറ്റ്, അത് പഠിപ്പിക്കുക എന്നതാണ് ഖുർആനിന്റെ അവതരണ ലക്ഷ്യം. ആ അവതരണ ലക്ഷ്യത്തിന് അനുഗുണമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആനിൽ കാണുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത് ഇല്ലാന്ന് പറയാൻ ഒരു മടി. എങ്ങനെയപ്പോ ഇല്ലാന്ന് പറയാ? ഇല്ലാന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അതിനുള്ള തെളിവ് പുറകെ തരും. അപ്പൊ ഇപ്പൊ പറയണെന്ന് വെച്ചാൽ ഖുർആൻ ഇതിനൊന്നും വന്നതല്ലല്ലോ. ഖുർആൻ ഹുദ കാണിച്ചു തരാൻ വന്നതല്ലേ. ഹുദ കാണിക്കാൻ വരുന്നതിൽ എന്തിനാണ് ഹൃദയത്തിന്റെ 4 അറിയും ഈ തലച്ചോറ് എന്ന് പറയുന്ന കാട്ടവും എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഹുദ നോക്കിയാൽ മതി. ഇനിയിപ്പോ തലച്ചോറിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആരെങ്കിലും ഹുദയിലാകൂ? ഇല്ലല്ലോ. കാരണം ഹുദ എന്ന് പറഞ്ഞാൽ അള്ള കൊടുക്കണാണ്. അപ്പൊ അതുകൊണ്ട് അത് കാണിച്ചു തരാൻ വേണ്ടി അള്ള പറഞ്ഞയച്ച ഖുർആനിൽ നിങ്ങൾ ഹൃദയം ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്ന് ചോദിച്ച്, തലച്ചോറുണ്ടോ എന്ന് ചോദിച്ച് വെറുതെ ഉസ്താദ്മാരെ സ്വീപ്പാക്കരുത് എന്നാണ് എനിക്ക് ഓരോ വിശ്വാസത്തോട് ചോദിക്കാനുള്ളത്. മീൻസ് പറയാനുള്ളത്, സോറി, ചോദിക്കാനല്ല, പറയാനുള്ളത്. കഴിഞ്ഞിട്ടില്ല. ബാസിൽ അങ്ങ് ഉരുണ്ടങ്ങ് പോവാണ്. എവിടെ പോകുന്നേ? എന്നാൽ അതിനോട് ബന്ധിപ്പിച്ച് അതിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുന്ന പലതും ഖുർആനിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഭ്രൂണത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ജനനത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ആഴക്കടലിനെ കുറിച്ച്, അതുപോലെ തന്നെ ആകാശങ്ങളെ കുറിച്ച്, ഇങ്ങനെയൊക്കെ സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ചൊക്കെ ഖുർആനിൽ പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അത് എന്തിനു വേണ്ടിയാ? സൂര്യനെ കുറിച്ച് കുറെ ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ പറയാൻ വേണ്ടിയാണോ സൂര്യനെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നത്? അല്ല. ഈ സൂര്യനെ പടച്ച, ഇത്ര കൃത്യമായി സൂര്യനെ പടച്ച പടച്ചോനാണ് പറഞ്ഞിരുന്നത്, അതുകൊണ്ട് നീ ഇത് സ്വീകരിച്ചോ. അതാണ്. അപ്പൊ ഖുർആനിൽ ശാസ്ത്രം ഉണ്ടോന്നൊന്നും ചോദിക്കേണ്ട. കാരണം ഖുർആനിൽ പലതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എന്ത്? ആകാശ തൂണുകളില്ലാതെ അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ആകാശം എന്ന വിധാനത്തെ കുറിച്ച് നിങ്ങളേക്ക് നോക്കുന്നില്ലേ, എന്നിട്ട് നിങ്ങൾ ആലോചിക്കുന്നില്ലേ എന്ന് ചോദിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. അബൂദർ ഇത് എങ്ങോട്ടാ പോകണമെന്ന് നമുക്ക് അറിയാമെന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. ഇതിങ്ങനെ പോയിട്ട് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ പോയി സുജൂദിലായിരിക്കും എന്നും രാവിലെ ഉദിക്കാൻ പെർമിഷൻ ചോദിക്കും, തിരിച്ചു വരും എന്നും പറഞ്ഞു കൊടുത്ത നബിയാണ് മുഹമ്മദ്. അങ്ങനത്തെ മുഹമ്മദ് നബി പിന്നെന്താ പറഞ്ഞത്? ഖുർആനിൽ എന്തിനെ കുറിച്ച്? ആഴക്കടല ഓർമ്മിപ്പിക്കല്ലേ പൊന്നാര ബാസിലെ. അക്ബർ സാഹിബ് ഒരു ദിവസം കിടന്നിറങ്ങിക്കോട്ടെ. അപ്പൊ ഖുർആനിൽ അങ്ങനെ പലതുണ്ട്. ഭ്രൂണശാസ്ത്രത്തെ കുറിച്ചൊക്കെ പറയുന്നത് അതിലേക്കൊക്കെ വരാം നമുക്ക്. അപ്പൊ ഇവര് പറയുന്നത് കേട്ടാ തോന്നും ഖുർആനിൽ ശാസ്ത്രം ഉണ്ടാവണം എന്ന് നമ്മളാരോ വാശി പിടിച്ചതുപോലെയാണ്. ഇവിടെ പഠന വിശ്വാസികളൊക്കെ അല്ലെങ്കിൽ ഇവിടെ മതവിമർശകർ വാശി പിടിച്ചിട്ട് ഖുർആനിൽ ശാസ്ത്രം വേണം, എന്നാലും ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ഈ ഖുർആനിൽ എന്താ ശാസ്ത്രം ഇല്ലാത്തെന്ന് പറഞ്ഞാൽ ആരോ ഇവിടെ കിടന്ന് ജതുപിളകി വാശി പിടിച്ചപ്പോ ഗത്യന്തരല്ലാതെ ഇവര് ശാസ്ത്രവും ഖുർആനൊക്കെ കമ്പയർ ചെയ്താണെന്ന്. അല്ല കൂട്ടരെ, അല്ല. ഖുർആൻ ദൈവികമാണ് എന്നതിന് തെളിവായി ഖുർആനിൽ ശാസ്ത്ര അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പ്രചരിപ്പിച്ച് അതിന് വീഡിയോകൾ ചെയ്ത് അതിന് പ്രബന്ധങ്ങൾ രചിച്ച് പുസ്തകങ്ങൾ രചിച്ച് ആളുകളെ വിലക്കെടുത്ത് കള്ളക്കഥകൾ എഴുതിയുണ്ടാക്കി ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ച് ആധുനിക ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കൊപ്പം ഖുർആനിന്റെ വാക്കുകളെയും ഖുർആനിന്റെ വചനങ്ങളെയും വളച്ചൊടിച്ച് ഈ ശാസ്ത്ര സത്യം 1400 കൊല്ലം മുൻപ് ഖുർആനിൽ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്, അല്ലെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇത് ദൈവത്തിൽ നിന്നല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇത് ഖുർആനിൽ വന്നു എന്ന് ആളുകളെ അത്ഭുതിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ ഫിത്നയിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. നിങ്ങൾ കണ്ടോളി. നമ്മൾ ആരെങ്കിലും ഇവരെ പിന്നാലെ പോയിട്ട് ഇതിൽ ഞങ്ങൾക്ക് ശാസ്ത്രം വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് വാശി പിടിച്ചതല്ല. പിന്നെയോ നിങ്ങൾ ഈ ഭാഗം, നിങ്ങൾ ഈ സ്ലൈഡുകൾ കണ്ടോ? ഷോക്കിംഗ് സയന്റിഫിക് മിറക്കിൾ ഇൻ ദ ഖുർആൻ എന്നാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് എമ്പാടും ഖുർആൻ ആൻഡ് സയൻസ് അല്ലെങ്കിൽ സയൻസ് ആൻഡ് ഖുർആൻ, സയൻസ് ഇൻ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് 100 കണക്കിന് കിട്ടും. ഇതൊക്കെ ഇന്റർനാഷണൽ ഖുർആൻ സയൻസ് തള്ളുകളാണ്. ഖുർആനിൽ സയൻസ് ഉണ്ടെന്നും അത് ദൈവത്തിന്റെ വചനമാണ് ഖുർആൻ എന്നതിന്റെ തെളിവാണെന്നും അതല്ലെങ്കിൽ ഈ ശാസ്ത്രം എങ്ങനെ ഇത്ര കൃത്യമായി ഖുർആനിൽ പറഞ്ഞു എന്നും ചോദ്യം ചോദിച്ച് ഖുർആൻ എന്താണ് എന്നറിയാത്ത ആളുകളെ അത്ഭുതപ്പെടുത്തുന്ന ചെപ്പടി വിദ്യ കാണിക്കാൻ വേണ്ടി നിങ്ങൾ പ്രബോധകരാണ് ഖുർആനും സയൻസും പറഞ്ഞു തുടങ്ങിയത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയുക അതൊക്കെ എന്താണ് ഈ പറയുന്നത്? മാത്തമാറ്റിക്കൽ മിറാക്കിളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇത് നോക്കൂ, ഇതാരാണ്? ഇത് നമ്മുടെ സയന്റിഫിക് മിറാക്കിൾ ഇൻ ദ ഖുർആൻ, മോഡേൺ സയൻസ് ആൻഡ് ടെക്നോളജി എക്സ്പ്ലെയിൻഡ് ബൈ ഡോക്ടർ സാക്കിർ നായിക്. സാക്കിർ നായിക്കിന്റെ ഒരു 6-7 കൊല്ലം മുൻപത്തെ വീഡിയോകൾ, ഒരു 10 കൊല്ലം മുൻപത്തെ വീഡിയോകൾ എടുത്ത് പരിശോധിച്ചാൽ ഖുർആൻ സയൻസ് മിറാക്കിൾ ഇൻ ഖുർആൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പ്രഭാഷണങ്ങൾ, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞ് DVD-കൾ. എത്ര DVD-കൾ കേരളത്തിൽ, മലയാളത്തിൽ എത്ര DVD-കൾ ഇറങ്ങി? ഖുർആനിലെ ശാസ്ത്രാത്ഭുതങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോകൾ, എത്ര വീഡിയോകൾ? അപ്പൊ ഖുർആൻ ഹുദ പഠിപ്പിക്കാൻ വന്നതാണെങ്കിൽ ഖുർആനിൽ നിന്ന് ശാസ്ത്രം ഉരുട്ടിയതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ബാസിലെ? അത് പറഞ്ഞിട്ട് പോണ്ടേ? നിങ്ങളാണ് ഖുർആനിൽ നിന്ന് ശാസ്ത്രം ഉരുട്ടിയത്. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ അത് ഹുദ പഠിപ്പിക്കാൻ വന്നതല്ലേ? അപ്പൊ ഇത് ഇന്റർനാഷണൽ ലെവലിൽ, നാഷണൽ ലെവലിൽ, അതും കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അക്ബർ സാഹിബിനെ എടുത്ത് നോക്കി നിങ്ങൾ. ഖുർആൻ മിറാക്കിൾസ് ഓഫ് മിറാക്കിൾ. ഖുർആനും ശാസ്ത്രവും MM അക്ബറിന് എത്ര വീഡിയോ വേണം? എന്താ നോക്ക്. ഭ്രൂണശാസ്ത്രത്തിലെ
എന്താണ് ഗർഭാശയത്തിലെ 3 ഭിത്തികൾ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. അതിന് താഴെയും എം എം അക്ബർ ഖുർആൻ സയൻസ് വിശദീകരിക്കുന്നതാണ്. ഇനിയും പോയിക്കോ, എം എം അക്ബറിനെ നോക്കോ. ഇനി ഭ്രൂണശാസ്ത്രം പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കണം, ഭ്രൂണശാസ്ത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ കോസ്മോളജി, അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോ UAT തന്നെ ഭ്രൂണശാസ്ത്രം ഖുർആനിൽ എന്ന് പറഞ്ഞിട്ട് ഖുർആനിലെ ഭ്രൂണശാസ്ത്രം ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയതിന് സമാനമായ ഭ്രൂണത്തിന്റെ വളർച്ചയും ഈ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഭ്രൂണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രസവം വരെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് UAT ചെയ്ത വീഡിയോ ആണ് ഇത്. ഇത് വേറെ ഒരു ഡോക്ടർ, എല്ല് ഡോക്ടർ എന്നാണ് എനിക്കറിയാം. ഒരാൾ പല്ല് ഡോക്ടർ, ഒരാൾ എല്ല് ഡോക്ടർ. വർത്താനം മുഴുവൻ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ചും പിന്നെ കോസ്മോളജിനെ കുറിച്ചും ഒക്കെ. അപ്പൊ ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് ആലോചിക്കണം. ഇനിയോ കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ മുന്നിൽ നിർത്തിയിട്ട് വേണം ബാസിലിന്റെ ഈ ഉരുളൽ, ഖുർആൻ അത് പറയാൻ വന്നതല്ല എന്ന ബാസിലിന്റെ തരികിടവാദം നിങ്ങൾ ഒന്നുകൂടി കേട്ടോളി, അതൊന്നുകൂടി ആവർത്തിച്ചു. അവയവത്തെക്കുറിച്ചോ ഏതെങ്കിലും ശാസ്ത്രത്തെക്കുറിച്ചോ പഠിപ്പിക്കുക എന്നതല്ല ഖുർആനിന്റെ അവതരണ ലക്ഷ്യം. അതുകൊണ്ട് പല അവയവങ്ങളെ കുറിച്ചും ഖുർആനിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല, ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളൊന്നും ബേജാറാവണ്ട. ഖുർആനിലെ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് ഉണ്ട് എന്ന് പറഞ്ഞ എന്തിനാ? ആധുനിക ശാസ്ത്രം ഇക്കാലത്ത് ഈ അടുത്ത കാലത്ത് മാത്രം കണ്ടുപിടിച്ച പല കാര്യങ്ങളും ഖുർആനിൽ അല്ലാഹു അത്ഭുതമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാകാനും പുറകെ വരുന്ന തലമുറയ്ക്ക് മനസ്സിലാകാനും വേണ്ടി ഞാൻ ഇതിനകത്ത് എന്താ പറയാ അടയാളങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ വാദത്തെ മുൻനിർത്തിയിട്ടാണ് ഖുർആനിൽ നിന്ന് ശാസ്ത്രം ഉരുട്ടിയെടുക്കുന്ന കലാപരിപാടി വരെ നടത്താറ്. ഖുർആൻ അള്ളാഹുവിന്റേതാണെന്നും അത് മിറാക്കിളാണെന്നും അത് അമാനുഷികമാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി ഖുർആനിൽ നിന്ന് ശാസ്ത്രം ഉരുട്ടാൻ വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് ഇവർ. എന്നിട്ട് ഇവർ പറയാണ് ഖുർആനിൽ ശാസ്ത്രീയമായ ഒരു വലിയ ബ്ലണ്ടർ, ഖുർആനിൽ ആവർത്തിച്ച് 100-ലധികം തവണ പറഞ്ഞ ഒരു അബദ്ധത്തെ പരിഗണിക്കേണ്ടി വരും, അത് പരാമർശിക്കേണ്ടി വരും എന്ന ഭയത്തിലാണ് ഒരു ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മുമ്പിൽ ആ ചോദ്യത്തിന് നേർക്കുനേർ ഉത്തരം പറയാതെ ബാസിൽ തരികിട കാണിച്ച് ഉരുണ്ട് മറിഞ്ഞ് പെരണ്ട് സ്റ്റേജിന്റെ പിന്നാം വഴി ഇറങ്ങി ഓടുന്നത്. എന്നിട്ട് എന്താ വാദം? ഖുർആനിൽ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടൊന്നും ഹുദ കിട്ടൂല, ഹുദ കിട്ടണമെങ്കിൽ ഹുദ കിട്ടണ പോലത്തെ ഖുർആൻ വായിക്കണം എന്നാണ് ബാസിലിന്റെ വാദം. ബാക്കിയോട് കേട്ടോളി. ഖുർആൻ പറയുന്നത് വെച്ചാൽ ആ നിലക്കുള്ള പ്രാപഞ്ചികമായ കാര്യങ്ങൾ പഠിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ അറിയണം, പഠിക്കണം. നേരത്തെ ഷമീർ മദീനയൊക്കെ പറഞ്ഞ ഒരുപാട് ആയത്തുകളും ഹദീസൊക്കെ നമ്മളൊന്നുകൂടി ഓർമ്മിക്കുക. നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നില്ലേ, ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നില്ലേ, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചോളി. നിങ്ങൾ എന്തിനാണ് ഹൃദയത്തമ്മ തന്നെ നിൽക്കുന്നതെന്നാണ്. നിങ്ങൾ എന്തിനാണ് തലച്ചോറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഖുർആൻ പലയിടത്തും പറഞ്ഞില്ലേ, നിങ്ങൾ ശരീരത്തിലേക്ക് നോക്കൂ, ആകാശത്തിലേക്ക് നോക്ക്, ഒട്ടകത്തിന്റെ പൂഞ്ഞിയിലേക്ക് നോക്കൂ, ഈന്തപ്പനയുടെ കുലയിലേക്ക് നോക്കൂ, അങ്ങനെ എന്തോരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ തലച്ചോറ് പറഞ്ഞു നടക്കുന്നതെന്നാണ് ബാസിൽ ഇപ്പൊ ചോദിച്ചതിന്റെ അർത്ഥം. നിങ്ങൾക്ക് പിടി കിട്ടിയ മാത്രം ഒരാളും നന്നാവില്ല. ആ നന്നാവാൻ എന്തു വേണം എന്നുള്ളതാണ് ഖുർആനിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ആ ഹുദ പ്രതീക്ഷിച്ചുകൊണ്ട്, സന്മാർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഖുർആനിലേക്ക് പോകേണ്ടത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആനിലേക്ക് പോയാൽ നമുക്ക് വേണ്ട സന്മാർഗം അതിലുണ്ടാകും. അതല്ലാതെ ഒരു പർവ്വതശാസ്ത്രം അല്ലെങ്കിൽ പിന്നെ ആസ്ട്രോണമി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലച്ചോറിനെ കുറിച്ചുള്ള ഒരുപാട് ആ ഹുദ പ്രതീക്ഷിച്ചുകൊണ്ട്, സന്മാർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഖുർആനിലേക്ക് പോകേണ്ടത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആനിലേക്ക് പോയാൽ നമുക്ക് വേണ്ട സന്മാർഗം അതിലുണ്ടാകും. അതല്ലാതെ ഒരു പർവ്വതശാസ്ത്രം അല്ലെങ്കിൽ പിന്നെ ആസ്ട്രോണമി പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലച്ചോറിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഖുർആനിലേക്ക് പോയാൽ അത് നമുക്ക് ലഭിച്ചോളുന്നില്ല. എന്തിനു വേണ്ടി നമ്മൾ ഖുർആനിനെ സമീപിക്കുന്നു എന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് എന്തിനു വേണ്ടി നമ്മൾ ഖുർആനെ സമീപിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ബാസിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയ വേണ്ടി നമ്മൾ ഖുർആനിനെ സമീപിക്കുന്നു എന്നിടത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചോദ്യത്തിലുള്ള പതിയിരിക്കുന്ന അപകടം എന്താ വെച്ചാൽ, ഇപ്പം ഖുർആൻ എന്തിനു വേണ്ടി അവതരിപ്പിച്ചു? ഹുദയാണോ, പിന്നെ എന്താ പറയാ, വേറെന്തെങ്കിലും ആണോ? അതൊക്കെ പോട്ടെ. ഇവിടെ ഖുർആനിൽ നിന്ന്, ഇവിടെ ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒളിച്ചു കിടക്കാൻ ശ്രമിക്കുന്നത്, മറികടക്കാൻ ശ്രമിക്കുന്നത് ചിന്തയുടെ കേന്ദ്രത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഹൃദയമാണ് ചിന്തയുടെ കേന്ദ്രം എന്ന് വളരെ സ്പഷ്ടമായിട്ട് ഖുർആൻ വിശദീകരിച്ച വസ്തുതയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തരികിടയാണ് ഇപ്പൊ ബാസിൽ കാണിച്ചത്. ബാസിൽ ഉരുളലിൽ അക്ബറിന്റെ ഏതാണ്ട് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ചിന്തയുടെ കേന്ദ്രം തലച്ചോറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിന്തയെക്കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹു എന്തുകൊണ്ട് ചിന്തിക്കുന്നു, ഏത് അവയവം കൊണ്ടാണ് ചിന്തിക്കുന്നത്, ചിന്തയും ബുദ്ധിയും അവരുടെ ആലോചനകളും തീരുമാനങ്ങളും ഒക്കെ ഏത് അവയവവുമായി കേന്ദ്രീകരിച്ചാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടേ ഇല്ല, അത് പരാമർശിച്ചിട്ടില്ല. അത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് ബാസിൽ ശ്രമിച്ചത്. അതുവഴി ഹൃദയമാണ് ചിന്തയുടെ കേന്ദ്രമെന്ന്, മസ്തിഷ്കമല്ല ഹൃദയമാണ് ചിന്തയുടെ കേന്ദ്രമെന്ന് ഖുർആൻ ഓരോ അർത്ഥശങ്കയും ഇല്ലാതെ പറഞ്ഞുപോയ കാര്യത്തെ മറച്ചു പിടിക്കാനും ചോദ്യകർത്താവിനെയും ഉത്തരം കേൾക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരെ കബളിപ്പിക്കാനുമുള്ള തരികിടയാണ് അബ്ദുള്ള ബാസിൽ ഇവിടെ കാണിച്ചത്. പക്ഷേ പിടിക്കേണ്ട പോലെ പിടിച്ചാൽ ഇവിടെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഇപ്പോഴും ഇസ്ലാമിൽ ഖുർആനിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആൾക്കാരും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു എന്ന ആളുകളുടെ ഇടയിൽ അഭിനയിക്കുന്ന കച്ചവടക്കാരും
പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം എന്താ അറിയോ? ഖുറാനിൽ അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവില്ല. ഖുറാനിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ തന്നെയാ ശരി. ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു എന്ന് ഖുറാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുള്ള ഒരു ഡയലോഗ് ഞാൻ പറയാം. എന്താണത്? ആ വീഡിയോ ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല എനിക്ക്. ഹൃദയത്തിനകത്ത് ഒരു തലച്ചോറുണ്ട് എന്ന് ഹൃദയ ശാസ്ത്രജ്ഞന്മാരാണ് പറയുന്നത്. ഹൃദയത്തിനകത്തൊരു തലച്ചോറ്, ഹാർട്ട് ബ്രെയിൻ എന്ന് പറയുന്നവര്, ഹൃദയത്തിനകത്തൊരു തലച്ചോറ്. കേട്ടിക്കണോ നിങ്ങൾ ഈ ഡയലോഗ്? കേട്ടിട്ടില്ലേ? ഈ ഡയലോഗ് പറഞ്ഞ ആളുടെ പേര് നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ഇപ്പോൾ എഴുതണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഡയലോഗ് ആരുടേതാണ്? ഹൃദയത്തിനകത്തൊരു തലച്ചോറുണ്ടെന്ന് ഹൃദയ ശാസ്ത്രജ്ഞന്മാരാ പറയുന്നത്. കേട്ടിക്കണോ? അപ്പം ഈ ഉത്തരത്തിൽ പിടി വീഴുമ്പോ പറഞ്ഞേ തീരൂ എന്ന ഘട്ടത്തിൽ എത്തുമ്പോ എവിടെയാ ചോദ്യം? ഹൃദയത്തെ കുറിച്ചായിരുന്നെങ്കിൽ അബ്ദുള്ള അബ്ബാസിൽ ഇനിയും വേർത്തേനെ. ഇത് മസ്തിഷ്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ഹുദയനെ കുറിച്ച് പറഞ്ഞതല്ലേ, മസ്തിഷ്കത്തെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാര്യമാക്കണ്ട, നിങ്ങൾ വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തെ കുറിച്ച് പറഞ്ഞതിനെ മറച്ചു വെക്കാനാണ് ഇവരെ ശ്രമിച്ചത്. എന്നാൽ എം എം അക്ബറിന് ഇപ്പൊ ഞാൻ പറഞ്ഞ ഡയലോഗ് അല്ല, എം എം അക്ബർ ഈ വിഷയത്തിൽ പറഞ്ഞ വേറെ ഒരു ഡയലോഗ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം, കേട്ടോ. അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ അന്താരാഷ്ട്ര രംഗത്ത് നടക്കുന്നുണ്ട്. ആ രംഗത്ത് തീർച്ചയായും ഹൃദയത്തിന് കേവലമായ രക്തം പമ്പ് ചെയ്യുക എന്ന ഡ്യൂട്ടി മാത്രമല്ലയുള്ളത്. തലച്ചോറിനെ അടക്കം ചിലപ്പോൾ നിയന്ത്രിക്കുന്ന ചില തലങ്ങളുണ്ട്. മാച്ച് പഠിച്ചോളൂ. ഹൃദയത്തിനകത്തൊരു തലച്ചോറ്. ഹൃദയ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഹൃദയം, ഇവർ പറയാണ് ഞങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് പറയും, ചിന്തയുമായിട്ട് ഹൃദയമാണ് ചിന്തയുടെ കേന്ദ്രം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടത്തേക്ക് തന്നെയാണ് ശാസ്ത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ശാസ്ത്രം അത് അംഗീകരിക്കുന്ന ഒരു കാലം വരും. അതുവരെ ഞങ്ങൾ കാത്തിരിക്കാനും കളിയാക്കൽ സഹിക്കാനും തയ്യാറാണ് എന്നാണ് അക്ബർ സൈബർ. അതുകൊണ്ടാണ് ബാസിലെ തലച്ചോറിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമില്ലാത്തത്. എന്തുകൊണ്ട്? ചിന്തയുടെ കേന്ദ്രം, ബുദ്ധിയുടെ കേന്ദ്രം, ആലോചനയുടെ കേന്ദ്രം, തീരുമാനമെടുക്കുന്നതിന്റെ കേന്ദ്രം, യുക്തിയുടെ കേന്ദ്രം എല്ലാം ഹൃദയമാണ്, സ്വദറാണ്, കൽബാണ് എന്ന് ഈ നെഞ്ചിൻ കൂടിനെ എല്ലിൻ കൂടിനകത്തുള്ള മാംസപിണ്ഡമാണ് എന്ന് ഖുർആനിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തലച്ചോറിനെ കുറിച്ച് പറയാത്തത്. തലച്ചോറ് ഞാൻ പറഞ്ഞല്ലോ, തലയോട്ടി പിളർന്ന് ഒഴുകി വരുന്ന മസ്തിഷ്ക ഭാഗം കാണുമ്പോൾ, തലച്ചോറ് കാണുമ്പോ അത് മീനിന്റെ തലയിലൊക്കെ കാട്ടം ഇരിക്കുന്നു എന്ന് നമ്മൾ സാധാരണ നാട്ടുകാർ പറയുന്ന പോലെ അതെന്തോ ഒരു കാട്ടമാണ് എന്ന് വിചാരിച്ചു മുഹമ്മദ്. അത്രയെ തലച്ചോറിനെ കുറിച്ച് മുഹമ്മദിന്റെ അള്ളാഹുവിനും അറിയുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ അറപ്പുളവാക്കുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ ശുക്ലം എന്ന വാക്കിന് പകരം ഇപ്പൊ ഭ്രൂണം അല്ലെങ്കിൽ എന്താ പറയുക ബീജം എന്നൊക്കെ അർത്ഥം വെച്ചിട്ട് നിങ്ങൾ ആളുകളെ കബളിപ്പിക്കുന്ന ഈ കലാപരിപാടിയില്ലേ, എത്ര എണ്ണത്തിന്റെ തലയോട്ടി വെട്ടിപ്പൊളിച്ചു, എത്ര തലച്ചോറ് കണ്ടു, എന്താണിത് എന്ന് ചോദിച്ചപ്പോ ഇത് എന്നാത്ത സാധനം എന്ന് ചോദിച്ചിട്ടുണ്ടാവില്ലേ സഹാബിമാര്? അപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട ഇതാണ് കൂട്ടരെ ചിന്തയുടെ കേന്ദ്രം എന്ന്. ആ അറിവ് ആ കാലഘട്ടത്തിലെ ആ ഗോത്ര മനുഷ്യർക്ക് ഇല്ലാതെ പോയി എന്നതുകൊണ്ടാണ് ഖുർആനിൽ അതിനെ കുറിച്ച് പരാമർശമില്ലാത്തത് എന്നാണ് അബ്ദുള്ള അബ്ബാസിലെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതല്ലേ സത്യം? ഇനി ഇത് കേട്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടി ഖുർആൻ ചിന്തയുടെ കേന്ദ്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ചിന്തയുടെ ബുദ്ധിയുടെ കേന്ദ്രമായ തലച്ചോറിനെ കുറിച്ച് ഖുർആനിൽ പരാമർശമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചിന്തയുടെ കേന്ദ്രം തലച്ചോറല്ല, അത് ഹൃദയമാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഹൃദയമാണ് ചിന്തയുടെ കേന്ദ്രം എന്ന്. അതുകൊണ്ട് അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്ന് വിശ്വാസിയെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ബാധ്യതയുള്ള ബാസിൽ തരികിട കാണിച്ച് ആളുകളെ കബളിപ്പിച്ച് ചോദ്യം ചോദിച്ചവരെയും ഉത്തരം തേടുന്നവരെയും കബളിപ്പിക്കുന്ന പരിഹസിക്കുന്ന കലാപരിപാടിയാണ് അബ്ദുള്ള ബാസിൽ നടത്തിയത്. അതുകൊണ്ട് ബാസിലിനോട് ചോദിച്ചാൽ കാര്യമില്ല. ഖുർആൻ വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് തരാം, ഇതാ പിടിച്ചോളൂ, 1, 2, 3, 4 ഖുർആൻ വചനങ്ങൾ നിങ്ങൾ കേട്ടോളൂ. ചിന്തയുടെ കേന്ദ്രം എന്താണ് എന്ന് അബ്ദുള്ള ബാസിലിനല്ലേ പറയാൻ ബുദ്ധിമുട്ട്? ഖുർആൻ വചനങ്ങൾ എടുത്ത് അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പിടിച്ചോളി. സൂറത്തുൽ ഹജ്ജ് എന്താ പറയുന്നത്? അറിവ് നൽകപ്പെട്ടവർക്ക് അത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കാനും അത് വിശ്വസിക്കാനും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടാനും വേണ്ടിയാണത്. അതായത് അറിവുകൾ ലഭിക്കുകയും അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അത് മനസ്സിലാക്കുകയും. ആലോചിക്കണം. അപ്പൊ മനസ്സിലാക്കലിന്റെയും തെരഞ്ഞെടുക്കുന്നതിന്റെയും കേന്ദ്രം ഹൃദയമാണ്. എന്നാണ് അവിടെ പറയുന്നത്. അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടാനും വേണ്ടിയാണ് എന്ന്. അപ്പൊ എന്താണ് ചിന്തയുടെ കേന്ദ്രം? ഹൃദയമാണ് ചിന്തയുടെ കേന്ദ്രം. അടുത്തത് സൂറത്ത് തൗബയിലെ 8-ാം വചനം. എങ്ങനെയാണ് അവർക്ക് നിങ്ങളുടെ മേൽ വിജയം ലഭിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു ബന്ധമോ ഉടമ്പടിയോ പാലിക്കുകയില്ല. ശ്രദ്ധിച്ചു കേട്ടോളി. അവർ അവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തും, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ അത് നിഷേധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കലും തിരിച്ച് മറുപടി പറയലും ആലോചിക്കലൊക്കെ എവിടെയാണ്? ഹൃദയം. ഖുലൂബുഹും എന്ന വാക്ക് തന്നെയാണ് അവിടെയും അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അള്ളാഹു അല്ല, മുഹമ്മദ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് മുഹമ്മദ് അങ്ങനെ ഉപയോഗിച്ചു? മുഹമ്മദിന് അറിയാവുന്ന ഒരു കാര്യം മുഹമ്മദ് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി അടുത്തത്
തെളിവ് ഒരു 3-4 ഖുർആൻ വചനെങ്കിലും തരാതെ എങ്ങനെയാ? കേട്ടോളി. സൂറത്ത് അൽ അൻആമില് അതിനാൽ അള്ളാഹു ആരെയാണോ നേർവഴിയിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, നോക്കുക നിങ്ങൾ, ഹുദ കൊടുക്കുന്നല്ലേ അല്ല പറഞ്ഞ. എന്താണ് അല്ല എന്തിനു വന്നത്? ഖുർആൻ എന്തിനാന്നാ പറഞ്ഞത്? ഹുദ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ കൊടുക്കുന്നത് എന്നാണ് ബാസിൽ പറഞ്ഞത്. ആ പൊന്നാരന്റെ ബാസിലെ അല്ല പറഞ്ഞിട്ടുണ്ട് ഹുദ എവിടെ കൂടിയാ കൊടുക്കണേന്ന്. ഹുദ എവിടെ കിട്ടും, ഹുദ എവിടെ കൊടുക്കും എന്ന് അല്ല ഖുർആനിൽ പറഞ്ഞത് ദാ കണ്ണും മിഴിച്ച് വായിച്ചോളി. അതിനാൽ അള്ളാഹു ആരെയാണോ നേർവഴിയിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വേണ്ടി തുറന്നു കൊടുക്കും. അപ്പൊ ഹുദ എവിടെ കൂടിയാ കൊടുക്കുക? ഹൃദയത്തിനകത്തുകൂടെയാണ് ഹുദ അള്ളാഹു കൊടുക്കുക. ആരെയാണോ അവൻ വഴി തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കും. അതുകൊണ്ട് ഈമാൻ അതിന്റെ അടി കൂടി കയറി പോയില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവൻ ആകാശത്തേക്ക് കയറുന്നത് പോലെ അപ്രകാരമാണ് അവിശ്വസിക്കുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ മാലിന്യം വരുത്തുന്നത്, അള്ളാഹു മാലിന്യം വരുത്തുന്നത്. ഇനിയോ അടുത്തത് ഒരെണ്ണം കൂടി തരാം. തൽക്കാലം 2 വചനങ്ങൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. നോക്ക്, അവരുടെ ഹൃദയങ്ങൾക്കും കാതുകൾക്കും അള്ളാഹു മുദ്ര വെച്ചിരിക്കുന്നു, അവരുടെ ഹൃദയങ്ങൾക്ക് രോഗമുണ്ട്. ഇതൊക്കെ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. ഇതൊക്കെ എന്താണ് സ്പഷ്ടമായിട്ട് പറയുന്നത്? അള്ളാഹ് ഹുദ കൊടുക്കാൻ വേണ്ടി പറഞ്ഞ ഖുർആനാണെന്ന് പറയുന്നു. അള്ളാഹ് ഹുദ കൊടുക്കുന്നത് കൽബിലൂടെയാണ് എന്ന് അള്ളാഹ് ഖുർആനിൽ തന്നെ പിന്നെയും പറയുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് നേർക്കുന്നേർ ഉത്തരം പറയാതെ അബ്ദുള്ള ബാസിൽ ഉരുണ്ടു മറിഞ്ഞു പോയത് എന്ന് നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് ഇനിയും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഈ വിസ്ഡം ഗ്രൂപ്പുകാർ ഉണ്ടാക്കി തരും. ഇനി നിങ്ങൾ പോയിട്ട് നല്ലോണം ഒന്ന് ഉറ്റാലോചിച്ചാളി എന്തുകൊണ്ടാണ് ഖുർആനിൽ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ട് തലച്ചോറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന കാര്യം നിങ്ങൾ ഒന്ന് ഉറ്റാലോചിക്കൂ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്ന് മാത്രമല്ല ഖുർആനിൽ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത്രേ, നല്ലോണം ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് മനനം ചെയ്യാത്ത ആളുകളെ ജന്തുക്കളെക്കാൾ മോശമായിട്ടാണ് അള്ളാഹു ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ലോണം ഒന്ന് ആലോചിച്ചാളി എന്നാണ് എനിക്ക് എല്ലാ ആളുകളോടും പറയാനുള്ളത്.